ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള PYQ സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം എല്ലാ ദിവസവും ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കുറേയധികം ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളും ഞാൻ ചിലതിൻ്റെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേൽ നമുക്ക് കുറച്ച് SCRT പാഠഭാഗങ്ങൾ കാണാനുണ്ട്, എസ്പെഷ്യലി ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ കുറേയധികം പേര് ചോദിക്കുകയുണ്ടായി, പുതിയ SCRT പാഠഭാഗം പഠിക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും പുതിയ SCRT നിങ്ങൾ നോക്കണം. കാരണം അപ്ഡേറ്റ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ഈ ടെക്സ്റ്റുകളിൽ നിന്ന് കുറേയധികം ചോദ്യങ്ങൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾഡ് വേർഷനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് വേർഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. അത് അവൈലബിൾ ആവുകയാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് 10ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് SCRT. അതിലേക്ക് കുറേയധികം വിപ്ലവമായിട്ടും അതുപോലെ തന്നെ വേൾഡ് വാറൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേൽ നമുക്കും കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതുവരെയുള്ള എല്ലാ PYQസും കൃത്യമായിട്ട് കണ്ടുപോകുന്നില്ലേ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്കത് ഓക്കെ ആകുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? അത് ഫാദർ ക്ലെമന്റ് പിയാനിയസിൻ്റെ രചനയാണ്. അപ്പോൾ ഇതും ഒരു SCRT ഫാക്ടർ തന്നെയാണ്. 10ാം ക്ലാസ്സിലുണ്ടായിരുന്നൊരു പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന മേഖലയിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അതേസമയം മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത്. ഓക്കെ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് വാതിരിയാണ്. ഓക്കെ, ആദ്യ നിഘണ്ടു ഡിക്ഷണറി. ദെൻ മലയാളത്തിലെ ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് വാതിരിയാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. അതേസമയം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായിട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്. ഓക്കെ, മലയാളത്തിലെ ആദ്യ പത്രം ഇറക്കിയതും ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. അപ്പോൾ പത്രം ഇറക്കിയതും അതുപോലെ തന്നെ, അതായത് രാജ്യസമാചാരം ആദ്യത്തെ പത്രം, അതുപോലെ പശ്ചിമോദയം എന്ന് പറഞ്ഞ പിന്നീട് വരുന്ന പത്രവും ഇറക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആദ്യമായിട്ട് മലയാളത്തിൽ തയ്യാറാക്കുന്നത്. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി തയ്യാറാക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. പിന്നെ അർണോസ് ബാദ്രിയാണ് ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കുന്നത്. ഓക്കെ, എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. നെക്സ്റ്റ് ചോദ്യം, നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CG തോമസിൻ്റെ നാടകങ്ങൾ എന്തെല്ലാമാണ്? അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് അവൻ വീണ്ടും വരുന്നു, 1128 ക്രൈം 27. ഓക്കെ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. സോ ഇതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കനി തിന്നരുത് എന്ന് പറയുന്നത് ആരുടെയാണെന്നറിയോ? M. ശ്രീകണ്ഠൻ നായരുടെയാണ് കേട്ടോ. M. ശ്രീകണ്ഠൻ നായരുടെയാണ്. അങ്ങനെയാണെങ്കിൽ കറുത്ത ദൈവത്തെ തേടി എന്നുള്ളത് ആരുടെയാണെന്നറിയോ? G. ശങ്കരൻപിള്ളയുടെയാണ് കേട്ടോ. G. ശങ്കരൻപിള്ളയുടെയാണ്. ഓക്കെ, നെക്സ്റ്റ്, മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാർഹിക വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? അത് ഡയറക്റ്റ് നമുക്ക് നോക്കാം. ആൻസർ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇടയ്ക്കയും ഉണ്ട് കേട്ടോ. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികളാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 and 3 സമ്പർക്ക ക്രാന്തിയും മുഴക്കവുമാണ്. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്? ലോസ് ഏഞ്ചൽസ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ ബലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. ശരിയാണ്. 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് ഗോവയിലാണ്. ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സജൻ പ്രകാശ് സ്വർണ്ണം നേടി. ഇതും ശരിയാണ്. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ദേശീയ ഗെയിംസിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. ഇത് തെറ്റായിട്ടതാണ്. അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. ആക്ച്വലി അയക്കുന്നില്ലല്ലോ അത്. ദെൻ BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. BCC ശരിയാണ്, ബ്ലൈൻഡ് കാർബൺ കോപ്പി തന്നെയാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാക്കാം. ശരിയാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ശരി. ഓക്കെ, 2 and 3. ദെൻ നെക്സ്റ്റ്, മെറ്റ
ഡാറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിനുള്ള HTML ടാഗ് ഏതാണത്? ഹെഡാണ്. ദെൻ IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ 66F. സൈബർ ടെററിസം പറയുന്നത് F. ടെററിസം F എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ്, പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ ഇത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാക്കിൻ്റെ ആണ് കേട്ടോ. ഓക്കെ. ദെൻ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ APIO നിയമിക്കുന്നത്? വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് നോക്കണം. അപ്പോൾ ഇതിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 5 ക്ലോസ് 2 ആണ്. ഓക്കെ, ഇത് അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, APIOൻ്റെ വകുപ്പ് 5 ക്ലോസ് 2 ആണ്. ഇങ്ങനെ ഓരോ വകുപ്പിലും നമുക്ക് വിവരാവകാശ നിയമത്തിൽ ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് ഇൻഫർമേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആർക്കെല്ലാമാണ് ഇൻഫർമേഷൻ ലഭിക്കാനുള്ള ആ ഒരു റൈറ്റ്സ് ഉള്ളത്? അതുപോലെ തന്നെ BPLകാർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്, അവർ അപേക്ഷാ ഫീസൊന്നും നൽകേണ്ടതില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒപ്പം ഒരു വിവരാവകാശ കമ്മീഷന് എന്തെല്ലാം അധികാരപരിധികളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉപഭോക്തൃ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത് SCRT പാഠഭാഗം നോക്കാനുള്ളത് കൊണ്ടാണ് ഞാനിത് ആൻസർ മാത്രം ജസ്റ്റ് പറഞ്ഞു പോയത്. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ഇത് ആക്ച്വലി 10th SCRT പാഠഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുന്നതിനോടൊപ്പം റാങ്ക് ഫയൽ ഫാക്സും കൂടെ ഇതിൻ്റെ നോക്കണം, പറ്റുമെങ്കിൽ വെബ്സൈറ്റ് ഫാക്സും നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പാഠഭാഗം. 10th ക്ലാസ്സിലെ ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്നതാണിത്. ഇതിൽ ഉപഭോക്താവ് ആരാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഗാന്ധിജി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ രംഗത്തൊരു നിയമം വേണമെന്ന് നിർദ്ദേശിച്ചത് ജോൺ F. കെന്നഡിയാണ്. അത് ഈ പറയുന്ന മാർച്ച് 15 1962. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് 86 ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഈ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തേക്കുന്നത് അതാണ്. ഓക്കെ, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം, ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം, അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. ഇതൊക്കെ നമുക്ക് നമ്മളുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലേ. പിന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം, ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അപ്ഡേഷൻ വന്നിട്ടില്ല. അതാണ് പുതിയ ടെക്സ്റ്റ് എന്തായാലും വരുമ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും. ജനറലൈസ് ചെയ്ത് ഇപ്പോൾ ഒരു നിയമം വരുന്നു 1986 ഡിസംബർ 24. അങ്ങനെ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം. ഇനി ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15. ഈ 2 ഡേറ്റുകൾ നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് സെക്ഷൻ. അതായത് 1986 നിയമം നമുക്കറിയാം. 2019 ഇതിന് ഭേദഗതിയൊക്കെ വരുത്തുകയുണ്ടായി. അങ്ങനെ 2020 ജൂലൈ 20 മാറ്റിയ നിയമം വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമ്മളിനി മനസ്സിലാക്കേണ്ടത് ആരായിരിക്കണം പരാതിക്കാരൻ. ഓക്കെ, ആരായിരിക്കണം പരാതിക്കാരൻ? അത് സെക്ഷൻ 2 ക്ലോസ് 5 പറയുന്നത്. ഓക്കെ, പരാതിക്കാരൻ ആരായിരിക്കണം എന്നുള്ളത്. സെക്ഷൻ 2 ക്ലോസ് 7 കൺസ്യൂമറിനെ കുറിച്ച് പറയുന്നത്. ആരായിരിക്കും കൺസ്യൂമർ, ആരാകണം കൺസ്യൂമർ എന്നുള്ളത്. ഓക്കെ, ആരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുമെന്നുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന തർക്കപരിഹാര കമ്മീഷനുകൾ. ഓക്കെ, ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നതിൽ ഈ പറയുന്ന കോടതികൾക്ക് നിർണായക പങ്കുണ്ട്. അപ്പോൾ ആ കോടതികളുടെ സ്ട്രക്ചറാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് എന്നുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ ഈ ബോക്സിൽ കാണുന്നതിൽ തിരുത്തുണ്ട്. അപ്പോൾ അത് ഞാൻ തിരുത്തി തന്നെ ഇവിടെ പറയും. നമുക്ക് ഫസ്റ്റ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നോക്കാം. ഓക്കെ, NCDRC. ഓക്കെ, സെക്ഷൻ 53 പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. 58ാം വകുപ്പ് പ്രകാരം ദേശീയ കമ്മീഷന് മുന്നിൽ വരുന്ന പരാതികൾ എത്ര രൂപയ്ക്ക് ഉള്ളിലുള്ളതായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കോടി രൂപയ്ക്ക് മുകളിലുള്ളതായിരിക്കണം. ഓക്കെ, 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഇതായിരിക്കും പരിഗണിക്കുക. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ സംസ്ഥാന കമ്മീഷൻ്റെയും സെൻട്രൽ അതോറിറ്റിയുടെയും ഉത്തരവുകൾക്ക് എതിരെയുള്ള അപ്പീലാണ് ഇവിടെ എന്ത് ചെയ്യുക, പരിഗണിക്കുക. ഓക്കെ, ഇനി അംഗങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിയോഗിക്കാവുന്നതാണ്.
ഓക്കെ, കേന്ദ്ര സർക്കാരായിരിക്കും എന്ത് ചെയ്യുക, അത് അവരുടെ യോഗ്യത, ഓക്കെ, അതൊരു ദേശീയ കമ്മീഷനിലെ പ്രസിഡന്റിൻ്റെ അംഗങ്ങളുടെ യോഗ്യത, നിയമനം, കാലാവധി, ശമ്പളം, അലവൻസ്, രാജി, നീക്കമൊക്കെ അവരായിരിക്കും തീരുമാനിക്കുക. അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയൊക്കെ നൽകുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ആരാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം ആരാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ആസ്ഥാനം ഉപഭോക്തൃ ന്യായ് ഭവൻ എന്നുള്ളതാണ് കേട്ടോ, ന്യൂഡൽഹി. ദെൻ നെക്സ്റ്റ്, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സെക്ഷൻ 42 പ്രകാരമാണ് ഇത് വരുന്നത്. സെക്ഷൻ 47 പ്രകാരം ഇവർക്ക് 50 ലക്ഷം രൂപ തൊട്ട് 2 കോടി വരെയുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ പരാതികളാണ് പരിഗണിക്കാൻ പറ്റുക. പ്രസിഡന്റും 2 അംഗങ്ങളും എന്നുള്ളതാണ്, ഒരാളെങ്കിലും വനിതയായിരിക്കണം. ദെൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സെക്ഷൻ 34 പ്രകാരമാണ് ഈ കമ്മീഷൻ വരുന്നത്. സെക്ഷൻ 34 പ്രകാരം തന്നെ എന്ത് ചെയ്യാം, 50 ലക്ഷം രൂപ വരെയുള്ളതാണ്. ഓക്കെ, അപ് ടു 50 lakh ആണ്. പ്രസിഡന്റും 2 അംഗങ്ങളും ഒരാളെങ്കിലും വനിതയായിരിക്കണം. ഇതാണ് ബേസിക്കലി ഇതിൽ മനസ്സിലാക്കേണ്ട സംഭവം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഓക്കെ, ഇതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്താം എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ പറയുന്ന നിയമങ്ങൾ. ഒന്ന്, സാധന വിൽപ്പന നിയമം 1930. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനമാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ഇനി കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937 ഈ പറയുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുക എന്നുള്ളതാണ് ആ ഒരു നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ അവശ്യ സാധന നിയമം 1955, അതായത് കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നു. ദെൻ അളവ് തൂക്ക നിലവാര നിയമം 1976 അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഈ നിയമം ഉപകരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ഫാക്ട്സ് ആയതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ഓരോന്നും, അതായത് വിവിധ വകുപ്പുകൾ, അതായത് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ കണ്ട സ്ഥിതിക്ക് അതിൻ്റെ വകുപ്പുകളും ചില വകുപ്പുകളുണ്ട്, ചില സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് നിയമം കണ്ടു, എന്തൊക്കെ നിയമമാണ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് അതേഴ്സ് എന്നുള്ളത്. പക്ഷേ ഇനി അതിൻ്റെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധവില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൽപ്പാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കും. ശേഷം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങൾ നൽകി വരുന്നുണ്ട് ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ISI എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് വൈദ്യുത ഉപകരണങ്ങൾ, സിമെൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ISO എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നു. ദെൻ BIS വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി നമുക്കറിയാം. ദെൻ CE ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ളതാണത്. ദെൻ കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അഗ്മാർക്ക്. ദെൻ സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ നമുക്കറിയാം ഈ ചിഹ്നങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറുള്ളതാണ്. ദെൻ FPO പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നു. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് FPO. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ആയതുകൊണ്ട് ഏതാണ് 50 ലക്ഷം എന്നുള്ളതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി നമുക്കറിയാം 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇത് ഡിലീറ്റഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ് കേട്ടോ അത്. ദെൻ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്, അത് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ബാക്കി ആരും ആകാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു ഐഡൻറ്റിറ്റി നമുക്കത് പറയാൻ പറ്റും. ദെൻ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക, സംരക്ഷണ ഉത്തരവും താമസ ഉത്തരവും കസ്റ്റഡി ഉത്തരവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാക്കാം. നെക്സ്റ്റ്, ലോക ഉപഭോക്തൃ അവകാശ ദിനം നമ്മൾ നേരത്തെ കണ്ടതാണ് മാർച്ച് 15. അതേസമയം നമുക്ക് ഓപ്ഷനിൽ ഡിസംബർ 24 ചിലപ്പോൾ തരാം, അത് ദേശീയ ഉപഭോക്തൃ ദിനമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണമാണ് പാസ്സാക്കിയത്, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. ഓക്കെ, ഇത് ഇന്ന് നമ്മൾ ഈ കണ്ട ആക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ദിവസവും നമ്മൾ ഒന്നല്ലെങ്കിൽ 2 ദിവസം കൂടിയിട്ട് നമ്മൾ ഒരു ആക്ട് വെച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇത് പഠിക്കാൻ. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷും മലയാളം ഏരിയയും കൂടെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഇസ് കോൾഡ്, എന്താ വിളിക്കുക അതിന്, പോഡ് എന്നാണ്. ഓക്കെ, പോഡ് എന്നാണ്. ദ ആന്റണിം ഓഫ് കണ്ടാമിനേറ്റ് ഇസ്, കണ്ടാമിനേറ്റിൻ്റെ ആന്റണിം എന്തായിരിക്കും,
അത് പ്യൂരിഫൈ എന്നുള്ളതാണ്. എയ്തർ ദ പാരൻസ് ഓർ ദ ഗേൾ ഡാഷ് ടു ബ്ലെയിം ഇൻ ദിസ് അഫെയർ. അപ്പോൾ എയ്തർ ഓർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ എന്തിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? സെക്കൻഡ് വരുന്ന ഇതിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ദ ഗേൾ എന്നുള്ളത്. അപ്പോൾ എന്ത് വരും? എയ്തർ ദ പാരൻസ് ഓർ ദ ഗേൾ ഈസ് ടു ബ്ലെയിം ഇൻ ദിസ് അഫെയർ എന്ന് വരും. പക്ഷേ ഇത് ഫൈനലിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. അപ്പോൾ അത് ഏത് ഫ്രേസൽ വെർബാണ് വരിക? അത് പുട്ടപ്പ്. Okay, Parshiraja put up a brave fight against British army. Then next, Mimi said, I have been writing this letter. Change it into indirect speech. അപ്പോൾ Mimi said that I have been writing this letter എന്നാണ് വന്നിട്ടുള്ളത്. അതായത് ഇതിപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ? അതിനെങ്ങനെ മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം അല്ലേ. ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് ദാറ്റ് ലെറ്റർ എന്നുള്ളതാണ് വരിക. ദെൻ ചൂസ് ദ കറക്റ്റ് നൗൺ ഫോം ഫോർ എ മെയിൽ സ്വാൻ. അപ്പോൾ മെയിൽ സ്വാനിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോബ് എന്നുള്ളതാണ്. ഓക്കെ, കോബ്. ഇത് മെയിൽ സ്വാനിൻ്റെ പേരാണ്. അപ്പോൾ ഫീമെയിൽ സ്വാനിനെ വിളിക്കുന്ന പേരെന്താ? അതിൻ്റെ പേരാണ് പെൻ. ഓക്കെ, പെൻ എന്നാണ് ഫീമെയിൽ സ്വാനിനെ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടില്ലേ? ഡോ എന്ന് പറയുന്നത് ആക്ച്വലി ഫീമെയിൽ ഡീർ ഓർ റാബിറ്റ് എന്നും പറയാം കേട്ടോ. വിളിക്കുന്ന പേരാണ് ഡോ എന്നുള്ളത്. അതിൻ്റെ മെയിൽ വേർഷൻ എന്ന് പറയുന്നത് ബക്ക് എന്നാണ് വരിക. ഓക്കെ, ബക്ക്. ദെൻ ഡ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. ഡ്രേക്ക് ഡക്കിൻ്റെ മെയിൽ മസ്കുലൈൻ ജെൻഡറാണ്. ഡക്ക് എന്നുള്ളത് ഫെമിനിൻ ജെൻഡറാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ് എന്താണെന്നാണ് വരേണ്ടത്? തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ഗാർഡ് ഡാഷ് ദ വിസിൽ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളുടെ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. അതായത് രണ്ട് സെൻറ്റൻസുകൾ, അതിൽ ഫസ്റ്റ് നടന്നത് എന്തിൽ നമ്മൾ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിലും സെക്കൻഡ് നടന്നത് പാസ്റ്റിലും ആയിരിക്കും ഇതായിരിക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ഗാർഡ് ഹാഡ് ബ്ലോൺ ദ വിസിൽ എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ്, ദ സിനോണിം ഓഫ് ദ വേർഡ് ഇലക്വൻറ്റ്. ഇലക്വൻറ്റിൻ്റെ സിനോണിം ഫ്ലുവൻ്റ് എന്നുള്ളതാണ്. ഷീ ഗേവ് മീ ഡാഷ് ബുക്ക് ദാറ്റ് ഐ വാണ്ടഡ്. ദ ബുക്ക് ദാറ്റ് ഐ വാണ്ടഡ് അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ്, പണിക്കാരി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പണിക്കാരി എന്ന് പറയുമ്പോൾ അതെന്തിൽ വരും? സ്ത്രീലിംഗത്തിലാണ് വരിക. ഓക്കെ. നെക്സ്റ്റ്, അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് പെടുക? അത് സലിംഗ ബഹുവചനം. സലിംഗമാണല്ലോ ലിംഗത്തോടു കൂടി പറയുന്നത്. അലിംഗം ലിംഗമില്ലാത്തതെന്നുള്ള രീതിയിലല്ലേ പറയാം. ദെൻ താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏതാണ്? അടിമത്തം ശരിയാണ്, അതിഥി ശരിയാണ്, അധിഷ്ഠിതം ശരിയാണ്, അജ്ഞാനം എന്നുള്ളതാണ് തെറ്റ് അല്ലേ. അജ്ഞാനം എന്നുള്ളത് എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് വരിക അല്ലേ. ദെൻ നമ്മൾ മുൻപത്തെ ഒരു ചോദ്യ പേപ്പറിൽ ഉത്തരവാദിത്വം എന്നുണ്ടല്ലോ, വാദിത്വം എന്നുള്ളതാണ് കേട്ടോ ശരിയായിട്ട് കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ്, താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏതാണ്? എൻ്റെ പ്രായം 18 വയസ്സാണ്. എൻ്റെ പ്രായം 18 വയസ്സാണ്. എനിക്ക് 18 വയസ്സാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതെന്തായാലും തെറ്റാണ്. ദെൻ ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം. ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ശരിയായിട്ടുള്ളൊരു സെൻറ്റൻസ് അല്ല എന്നുള്ളത്. ദെൻ പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്രഥമ ഇന്ത്യയുടെ എന്നല്ലല്ലോ, ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി എന്നല്ലേ വരേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. ദെൻ വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. അതാണ് ശരി. ദെൻ ഉചിതമായ മറുപടി. അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി എന്താണ്? ഉരുളയ്ക്കുപ്പേരി അല്ലേ. ദെൻ നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? അത് ഛത്രം എന്നുള്ളതാണ് കേട്ടോ. അതെന്താണ്? അത് കുടയുടെ പര്യായമാണ്. കുടയ്ക്ക് വേറെ ഉണ്ട് ആദപത്രം. അതെങ്ങനെയാണ് കേട്ടോ എഴുതുക? ആദപത്രം. നെക്സ്റ്റ്, അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ദെൻ താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീതം എന്താണ്? ഉഗ്രത്തിൻ്റെ വിപരീതം ശാന്തം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഉച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് നീചം എന്നുള്ളതാണ്. പിന്നെ വക്രം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഋജു എന്നുള്ളതാണ്. നെക്സ്റ്റ്, പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതേണ്ടത്? പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം. ഓക്കെ, പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? അത് നമുക്കറിയാം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ കുറച്ച് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൻ്റെ ഭാഗവും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കി. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ